സത്യം പറഞ്ഞാൽ സംസാരിക്കണ്ട എന്ന് കണ്ണടച്ച് വിടുന്ന ഒരു കാര്യമാണ്, പക്ഷെ സഹിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. പോരാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഗെറ്റ് റെഡി വിത്ത് മീയും വാട്ട്സൺ മൈ പ്രൊട്ടസ്റ്റ് ബാഗും സൺപ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോകാൻ വേണ്ടി അത് റെഡ് കാർപ്പറ്റ് ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ജെൻസി പ്രൊട്ടസ്റ്റ് ആണ് ആൻഡ് ഇറ്റ്സ് ബീങ് ഡൺ ഇൻ ജെൻസി വേസ്. ഇത് ആദ്യമായിട്ടൊന്നല്ല നമ്മൾ കാണുന്നത്. വി സീൻ ഇറ്റ് ഇൻ ഇന്തോനേഷ്യ, വി സീൻ ഇറ്റ് ഇൻ നേപ്പാൾ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? സർക്കാസ്റ്റിക് രീതിയിൽ ഗവൺമെന്റിനെ കളിയാക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. ഞാനും അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നോർത്തിലെ ഓഡിയൻസ് അല്ല നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് എന്ന് എനിക്കറിയാം. അതിന്റെ ഇടയിൽ പോയിട്ട് ഗെറ്റ് റെഡി ചെയ്യാനും ഫുൾ ഓൺ മേക്കപ്പില് ഫോട്ടോഷൂട്ട് നടത്തുന്നത് പോലെ ചിരിച്ച് സ്ലോഗനം പിടിച്ചിട്ട് പോസ് ചെയ്ത് നിൽക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയി ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വേ കൂടെ മാത്രമേ ചെയ്യാൻ പാടുന്നൊന്നും ഒരു നിയമമില്ല. നീ ഒന്നും പണയണ്ട. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എന്താണെങ്കിലും വളരെ ഇമോഷണൽ വെയിറ്റ് ഉള്ള സെൻസിറ്റീവ് ആയ ടോപ്പിക്സ് ഒക്കെ ഹാസ്യരൂപേണ തെരുവ് നാടകങ്ങളിൽ കൂടെയും പാരഡി പാട്ടുകളിൽ കൂടെ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അതൊക്കെ കോണ്ടന്റിന് വേണ്ടിയായിരുന്നു. നോ, അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എല്ലാം നമ്മൾ ഇങ്ങനെ കോണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും കോണ്ടന്റ്. ഈ റീച്ചിന് വേണ്ടിയിട്ടാണോ ഇത് ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. ദ മെയിൻ ഗോൾ ഓഫ് റൈസിംഗ് അവയർനെസ് ഈസ് ടു റീച്ച് ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. അതിനെ ഏറ്റവും ജനസ്വീകാര്യതയുള്ള മീഡിയംസ് ചൂസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പുച്ഛം തോന്നുന്നുണ്ട് സീരിയസ്ലി. അത്രയും കണ്ടിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് തേങ്ങയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ചൊറിയാൻ വയ്യ, ഇങ്ങനെ ചൊറിഞ്ഞ ആളില്ലാണ്ടോ ഇപ്പൊ ചൊറിയടോ. നിങ്ങൾ ഇങ്ങനെ ചൊറിയാതൊന്ന് അടങ്ങിയിരിക്കുക. അതാ എന്റെ ആഗ്രഹം. പക്ഷെ ചൊറിച്ചിൽ വന്ന ചൊറിഞ്ഞല്ലേ പറ്റൂ, പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ലോ അല്ലേ? ഞാൻ 2-3 ഫീമെയിൽ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ കണ്ടു. ഇതുവരെ ഈ സംഭവത്തിനെ പറ്റി ഒരു സ്റ്റോറി പോലും ഒന്നും പ്രതികരിക്കാത്ത ആൾക്കാർ ഇന്നലെ ഞാനും റെനയും വീഡിയോ ഇട്ടപ്പോ അതിനെതിരെ സംസാരിച്ചിട്ട് ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ഇവിടെ വരണം, ലൈക് ഡൽഹിയിൽ പോകണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ അവിടെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രതികരിച്ച ഒരുപാട് ഫീമെയിൽ ക്രിയേറ്റേഴ്സിന്റെ ഒന്നും പൊടി പോലും അവിടെ ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങളാണോ വെയിലും മഴയും നോക്കാണ്ട് രാവിലെ ഉച്ചയ്ക്കും പാരസെറ്റമോളും മെഫ്താലും കഴിച്ച് ഇന്നലെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി എന്നെ കുറ്റം പറയുന്നേ? ഇതാണോ ഇൻഫ്ലുവൻസിങ്? ഇവരാണോ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലും നടന്ന പ്രൊട്ടസ്റ്റിനൊക്കെ ഗ്ലോബൽ അറ്റൻഷൻ കിട്ടാൻ സഹായിച്ചത് ഇതുപോലത്തെ പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ടാണ്. സോ ലെറ്റ്സ് റെസ്പെക്ട് ദീസ് ക്രിയേറ്റേഴ്സ്. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. അവരത്രയെങ്കിലും ചെയ്യുന്നില്ലേ? എവറി ജനറേഷൻ ഹാവ് ദെയർ ഓൺ ലാംഗ്വേജ് ഓഫ് റെസിസ്റ്റൻസ്. ദിസ് മേ ബി ആർസ്. क्या नाम है आपका? मेरा नाम कॉकरोच है, मैं लखनऊ से आया हूँ. വിട്ടോ വിട്ടോ, ഒരരികു പിടിച്ചു പോണേ.